മോദി സൗത്ത് ആഫ്രിക്കയിൽ G20 സമ്മിറ്റിന് പോയത് തെറ്റായ കാരണങ്ങൾ കൊണ്ട് ലോക പ്രശസ്തമായത് നിങ്ങൾ കണ്ടിരിക്കും. സൗത്ത് ആഫ്രിക്കയിലെ മന്ത്രിമാരും MP-മാരും ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികളെല്ലാം മോദിയുടെ നാണംകെട്ട തരംതാണ പ്രപ്പഗാന്തകളെ കളിയാക്കിക്കൊണ്ട് വളരെയേറെ പോസ്റ്റുകളാണ് ഇട്ടത്. അന്ന് മോദി പങ്കെടുക്കുന്ന പരിപാടികളുടെ എല്ലാം വീഡിയോ സാധാരണ വിദേശ സന്ദർശനങ്ങളുടെ വീഡിയോ പോലെ തന്നെ കംപ്ലീറ്റ് മ്യൂട്ടായി ശബ്ദമില്ലാത്തതായിരുന്നു. ഇപ്പോഴിതാ ഇവിടെ നിന്നുള്ള ശബ്ദമുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലാവുകയാണ്. ഇത് കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചുകൊള്ളൂ. ദിനം പ്രതി 100 കണക്കിന് ഫേക്ക് വീഡിയോകളും ഫേക്ക് ന്യൂസുകളും വാട്സാപ്പിലൂടെ പ്രചരിപ്പിച്ച് ഇന്ത്യയിലെ വളരെയേറെ ജനങ്ങളെ വെറും മണ്ടന്മാരാക്കിയ BJPയുടെയും ഗോദി മീഡിയകളുടെയും തനിനിറം തുറന്നു കാണിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലോകത്തിലെ പ്രമുഖരായ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും ഈ G20 മീറ്റിംഗിൽ പങ്കെടുത്തുവെങ്കിലും അവരൊന്നും ചെയ്യാത്ത തരത്തിലുള്ള PR വർക്കായിരുന്നു മോദിയുടെയും BJPയുടെയും സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ നിന്ന് വന്നത്. അതിൻ്റെ തരംതാണ പ്രവൃത്തികൾ തുറന്നു കാണിച്ചുകൊണ്ടുള്ള ദക്ഷിണാഫ്രിക്കയിലെ ആളുകളുടെ നാണം കെടുത്തുന്ന ട്വീറ്റുകളുടെ കാര്യങ്ങൾ വ്യക്തമായ തെളിവുകളോടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരുന്നു. എന്നാൽ മോദി കീഴ്ശ്വാസം വിടുന്നത് പോലും മാസ്റ്റർ സ്ട്രോക്ക് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ നേതാവിന് മാത്രമേ ഇതുപോലെയുള്ള കീഴ്ശ്വാസവും ശബ്ദവും ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന അത്രയും തരംതാണ നിലയിലാണ് മോദിയുടെ തലച്ചോറില്ലാത്ത മന്ദഭക്തർ. ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഭാരതീയൻ എന്ന് പറയുന്ന KSV കുമാർ എന്ന മലയാളി മന്ദഭക്തൻ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? ആ സാഷ്ടാംഗ പ്രണാമം കണ്ടു ഞെട്ടിയത് ഭാരതത്തിലെ ഡീപ് സ്റ്റേറ്റ് കൃമികൾ. ഇതുപോലൊരു വരവേൽപ്പ് അപ്പനോ അമ്മൂമ്മയ്ക്കോ വല്യപ്പനോ കിട്ടിയിട്ടുണ്ടോ? ഭരിക്കാൻ ഡിഗ്രികൾ വേണ്ട, മോദിക്ക് രാജ്യത്തിന്റെ സല്യൂട്ട്. ഇതുപോലെയുള്ള 100 കണക്കിന് 1000 വാട്സാപ്പുകളാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും വാട്സാപ്പിൽ ദിനം പ്രതി ചെല്ലുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ആവറേജ് 76 അതിൽ താഴെയോ മാത്രം ഐക്യമുള്ള മന്ദഭക്തർ യാതൊരു മടിയും കൂടാതെ ഇതെല്ലാം കണ്ണുമടച്ച് വിശ്വസിക്കും. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറിക്കുന്നത് കണ്ട് ഇങ്ങനെ കുറിച്ച ആളുകളെ പേരെടുത്ത് വിമർശിച്ചുകൊണ്ടാണ് സൗത്ത് ആഫ്രിക്കൻ മന്ത്രി എത്തിയത്. അവിടെ എത്തിയ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയെയും ഇതുപോലെ വരവേറ്റതും നിങ്ങൾ കണ്ടതായിരിക്കും. ഇത് വേണ്ട വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ ഒരു പരമ്പരാഗത രീതിയാണ്. എല്ലാവരെയും അവർ ഇങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ള വസ്തുത പറഞ്ഞാണ് ആളുകൾ മന്ദഭക്ത സംഘികൾക്ക് മുഖമടച്ചു കൊടുത്തത്. ഇങ്ങനെ 100 കണക്കിന് കളിയാക്കൽ വന്നപ്പോൾ അതെല്ലാം മോദിയെ പുകഴ്ത്തുന്നതാണ് എന്നാണ് പല മന്ദഭക്തരും വിചാരിച്ചത്, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത്. ഒരു പ്രമുഖ മന്ദഭക്തൻ എഴുതിയിരിക്കുന്നത് കണ്ടോ? സൗത്ത് ആഫ്രിക്കൻ സോഷ്യൽ മീഡിയയെല്ലാം G20യിൽ മോദിയുടെ നിർത്താതെയുള്ള കമ്മിറ്റ്മെന്റ്സിനെയും ബിസിനസ് സെൻസുകളെയും പുകഴ്ത്തൽ കൊണ്ട് മൂടുകയാണ്. അതുപോലെ തന്നെ മോദിയുടെ സോഷ്യൽ മീഡിയ ടീമിനെ മോദിയുടെ ഈ വിസിറ്റ് എല്ലാവരിലേക്കും എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചതിൽ അവർ പുകഴ്ത്തുകയാണ്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണോ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ആണോ ഇതിന് ഉത്തരവാദികൾ എന്ന് എനിക്കറിയില്ല. ആരാണെങ്കിലും അവർക്ക് വലിയ സ്തുതി. ഇയാൾ ഇങ്ങനെ എഴുതിയത് സൗത്ത് ആഫ്രിക്കക്കാർ മോദിയുടെ PR വർക്കുകളെ കളിയാക്കിക്കൊണ്ട് എഴുതിയതിൻ്റെ താഴെയാണ്. അവർ കളിയാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമുള്ള ഒരു സംഖ്യ പോലും ഇല്ലല്ലോ. ഇന്ത്യയിലെ ഗോദി മീഡിയകളെല്ലാം ഇതേ തരത്തിലുള്ള പ്രചാരണങ്ങളാണ് നടത്തിയത്. ഒന്നാം തരം ഗോദി മീഡിയയായ ANI കൊടുത്ത വാർത്ത കണ്ടോ? നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുൻപായി ജോഹന്നാസ്ബർഗിൽ എങ്ങും മോദിയുടെ ബോർഡുകൾ നിറഞ്ഞു നിൽക്കുകയാണ് എന്ന്. അങ്ങനെയുള്ള ഈ ബോർഡ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഏറ്റവും മുകളിൽ കണ്ടോ വേദാന്ത, താഴെ എഴുതിയിരിക്കുന്നത് വേദാന്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യുന്നു എന്ന്. ഇന്ത്യക്കാരനായ അനിൽ അഗർവാളിന്റെ കമ്പനിയാണ് വേദാന്ത. കഴിഞ്ഞ 19 വർഷമായി ആഫ്രിക്കയിൽ ഉടനീളം സൗത്ത് ആഫ്രിക്കയിൽ ഉൾപ്പെടെ അവർക്ക് വലിയ ബിസിനസ് ഓപ്പറേഷൻസ് ഉണ്ട്. അതായത് ഒരു ഇന്ത്യൻ കമ്പനിയാണ് മോദിക്ക് വേണ്ടി ഈ പോസ്റ്ററുകൾ എല്ലാം സൗത്ത് ആഫ്രിക്കയിൽ ഉടനീളം സ്ഥാപിച്ചത്. അന്ന് മോദിയുടെ പുറത്തു വന്ന ചില വീഡിയോകൾ കണ്ടോ? ഇത് പൂർണ്ണമായി ശബ്ദമില്ലാത്തതാണ്. എന്തോ മനസ്സിലായതുപോലെ ഏതോ വലിയ കാര്യം സംസാരിക്കുന്നത് പോലെ
ചൂണ്ടുവിരൽ ഇങ്ങനെ 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 പിടിച്ചുകൊണ്ടാണ് മിക്കവാറും സമയവും നിൽക്കുന്നത്. അത് തന്നെ വലിയൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് എന്ന് അറിയണമെങ്കിൽ തലയ്ക്കകത്ത് ആൾതാമസം വേണം. ഇങ്ങനെ വീഡിയോകൾ പുറത്തുവിടുമ്പോൾ മന്ദഭക്തർ വിചാരിക്കും മോദി ഏതോ വലിയ കാര്യം പറയുകയാണ് എന്ന്. എന്നാൽ യാദൃശ്ചികമായി ആരോ ഷൂട്ട് ചെയ്ത ശബ്ദമുള്ള ഒരു വീഡിയോ പുറത്തു വന്നത് കണ്ടാൽ എന്റെ പൊന്നോ സഹിക്കുകയില്ല. ഇത് വ്യക്തമായി കണ്ടുകൊള്ളൂ. Good morning, Excellency. Good morning. സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് മോദിയെ സ്വീകരിക്കാനായി ചെല്ലുകയാണ്. അകലെ നിന്ന് മോദി പറയുന്നു, ഗുഡ് മോർണിംഗ് സസത്സംഗ്ലി, ഗുഡ് മോർണിംഗ് എക്സലൻസി എന്നാണ് മോദി ഉദ്ദേശിച്ചത് എന്ന് ഞാൻ കരുതുകയാണ്. ഇനി സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് മോദിയോട് വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ കാണിക്കുന്നതും കേൾപ്പിക്കുന്നതുമായ വിചിത്രമായ ആംഗ്യങ്ങളും ശബ്ദങ്ങളും കേട്ടുകൊള്ളൂ. How are you this I'm morning? fine. That's it. Excellent. That is best. ഹൗ ആർ യു ദിസ് മോർണിംഗ് എന്ന് ചോദിക്കുന്നു. ഐ ആം ഫൈൻ എന്ന് മറുപടി. അത് കഴിഞ്ഞ് എന്തോ ശബ്ദങ്ങൾ കേൾപ്പിക്കുകയാണ്. ഞഹഹ ഞഹഹ എന്നാണ് തിരിയുന്നത്. How are you this I'm morning? fine. That's it. Excellent. That is best. പിന്നെയും മോദി എന്തോ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത് എന്ന് പറയുന്ന മോദിക്കോ കേൾക്കുന്ന ആളുകൾക്കോ അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. Yes, did you rest a bit? Well, we are lucky. Yes, wonderful. പിന്നീട് സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് ചോദിക്കുന്നത് ഡിഡ് യു റെസ്റ്റ് എ ബിറ്റ് എന്നാണ്. അതിന് മോദിയുടെ മറുപടി ഓ യാ ബ്ലാക്കി. ഓ യാ എന്നുള്ളത് 10 പ്രാവശ്യം കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. പിന്നീട് പറയുന്നത് എന്താണ് എന്ന് ഒരു തരത്തിലും മനസ്സിലാവുന്നില്ല. ബ്ലാക്കി എന്നാണ് തിരിയുന്നത്. ലൈക്ക് ഇറ്റ് എന്നാണ് പറയാൻ ആഗ്രഹിച്ചത് എന്ന് ഞാൻ കരുതുകയാണ്. ഇത് ക്യാപ്ഷനോടെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഒരാൾ പോസ്റ്റ് ചെയ്ത വീഡിയോയാണ് ഇത്. ആ വീഡിയോയിൽ ക്യാപ്ഷനോടെ മോദി പറയുന്നതും ചേർത്ത് വായിച്ചു കൊള്ളുക. Good morning, Excellency. Good morning. How are you this I'm morning? fine. That's it. Excellent. That is best. Yes, did you rest a bit? Well, we are lucky. Yes, wonderful. അതീവ രസകരം എന്നല്ലാതെ എന്തു പറയാൻ. രസകരം എന്നതിനോടൊപ്പം തന്നെ രാജ്യത്തെ മൊത്തം മാനം കെടുത്തുന്നതാണ് വാ തുറന്നാൽ വരുന്ന ശബ്ദങ്ങളും കാണിക്കുന്ന ആംഗ്യങ്ങളും. മോദി മീഡിയകളെല്ലാം മോദിയുടെ വിദേശ സന്ദർശനങ്ങളുടെ വീഡിയോകൾ ശബ്ദമില്ലാതെ മ്യൂട്ട് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് എന്ന് വ്യക്തമായല്ലോ. വിദേശ രാജ്യങ്ങളിൽ ചെന്ന് ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തെ കഴിഞ്ഞ 11 വർഷങ്ങളായി ഇതുപോലെ മാനം കെടുത്തുന്ന വേറെ ഒരാളില്ല. മുൻപ് വിദേശങ്ങളിലുള്ള ആളുകൾ വിചാരിച്ചിരുന്നത് മനസ്സിലാക്കിയിരുന്നത് ഇന്ത്യക്കാർ എന്നാൽ വളരെ വിവേകമുള്ള ബുദ്ധിയുള്ള കഴിവുള്ള സംസ്കാരമുള്ള ആളുകൾ ആണ് എന്നായിരുന്നു. എന്നാൽ കഴിഞ്ഞ 11 വർഷങ്ങളായി ഇന്ത്യക്കാരുടെ സർവ്വമാനവും വിദേശത്ത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങൾ എല്ലാവരും പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് ഇന്ത്യക്കാർക്കെതിരെയുള്ള റേസിസം മോദിയുടെ കഴിഞ്ഞ 11 വർഷങ്ങളിൽ 10 മടങ്ങായോ അതിലധികമായോ വർദ്ധിച്ചിരിക്കുന്നത്. അതിന് കാരണം എന്താണ് എന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. അതിനുള്ള കാരണം എന്താണ് എന്ന് വ്യക്തമായി കാണിക്കുന്നതാണ് ഇതെല്ലാം. ഇപ്പോൾ വിദേശങ്ങളിൽ ഇന്ത്യക്കാരെ കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാട് എന്താണ് എന്ന് വെച്ചാൽ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത പശുവിന്റെ മൂത്രം കുടിക്കുന്ന ചാണകം തിന്നുന്ന ഏതോ ഒരു തരം വിചിത്ര ജീവികൾ ആണ് എന്നുള്ളതാണ്. ഇത് മാറണമെങ്കിൽ വിദ്യാഭ്യാസവും വിവേകവും സംസ്കാരവുമുള്ള ആളുകൾ ഇന്ത്യയുടെ ഭരണത്തലപ്പത്ത് എത്തണം. രാജ്യത്തെ വിദേശങ്ങളിൽ ചെന്ന് ഇതുപോലെ ലജ്ജിപ്പിക്കുന്ന മോദിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?